പക്ഷെ അവരുടെ ഉദ്ദേശം നീറ്റ് പരീക്ഷയൊന്നുമല്ല. അത് അവരവിടെ ഉയർത്തിയ പ്ലക്കാർഡുകൾ, അവരവിടെ ഉയർത്തിയ സ്ലോഗൻസിൽ നിന്ന് കൃത്യമാണ്. അവരുടെ ഉദ്ദേശം നീറ്റ് പരീക്ഷയല്ല, ഭാരതത്തിലെ ജെൻസിയെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തളിക്കാനും അവരുടെ ഇടയിൽ ഒരു കലാപം സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രം. ഇത്ര വർഷമായിട്ട് ഇവരിവിടെ കിടക്കുകയല്ലേ, ഇവരുടെ മണ്ണ് നിന്നപ്പോൾ ഇവിടെ ചോദിക്കാനും പറയാനും ആരുണ്ടല്ലോ. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനും സംഘവും ഡൽഹിയിൽ CJP പ്രതിഷേധത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസിൻ്റെ നിലപാടിനെതിരെയും അതുകൂടാതെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെടുത്ത നിലപാടിനെതിരെയും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് കാരണം എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ 10-15 ദിവസങ്ങളായി LP-ST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സമരം നടക്കുന്നു, പ്രതിഷേധം നടക്കുന്നു. ഇതൊന്നും തന്നെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനും സംഘവും ഡൽഹിയിലേക്ക് പറന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന നേതാവായ അധീന ഭാരതി. ഈ കോക്രോച്ചുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി എല്ലാം തന്നെ ഡൽഹിയിൽ എത്തി. പക്ഷേ ഈ കാലിൻ്റെ തുമ്പത്ത് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് തൊട്ടു മുൻപിലുള്ള PSC റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും നിലവിലില്ല. തീർച്ചയായിട്ടും ഇല്ല. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ സമരമല്ല. കഴിഞ്ഞൊരു 10 വർഷക്കാലമായിട്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ PSCയുടെ പലതരത്തിലുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികളോട് സമരം ചെയ്യണം. ആ സമരം അന്നത്തെ കാലഘട്ടത്തിലും ഇന്നത്തെ കാലഘട്ടത്തിലും ഏറ്റെടുക്കാൻ യുവമോർച്ചയും ഭാരതീയ ജനതാ പാർട്ടിയും മാത്രമേ തയ്യാറായിട്ടുള്ളൂ. മാത്രമല്ല, ഭാരതത്തിന്റെ വിദ്യാഭ്യാസ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് എത്ര തവണ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് സമയബന്ധിതമായിട്ട് അതിന് തീരുമാനം ഉണ്ടാക്കേണ്ട വിഷയമാണ്. വളരെ സമയബന്ധിതമായി തന്നെ പ്രധാനമന്ത്രി അത് ചർച്ച ചെയ്യുകയും ആ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി നേരിട്ട് JP നദ്ദ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദരണീയനായ ദേശീയ നേതാവായിരുന്നു അദ്ദേഹം നേരിട്ട് എന്ന് അത് അവസാനിപ്പിക്കുകയും ചെയ്തു. ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ അവരുടെ ഉദ്ദേശം നീറ്റ് പരീക്ഷയൊന്നുമല്ല. അത് അവരവിടെ ഉയർത്തിയ പ്ലക്കാർഡുകൾ, അവരവിടെ ഉയർത്തിയ സ്ലോഗൻസിൽ നിന്ന് കൃത്യമാണ് ദേശവിരുദ്ധത മാത്രമാണ്. ഒരു നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പ്രതിഷേധത്തിൽ എന്തിനാണ് ഔറംഗസേബിന്റെ ചിത്രം ഉയർത്തുന്നത്? എന്തിനാണ് ബ്രാഹ്മിൺസിനെയും ഹിന്ദുത്വയെയും നശിപ്പിക്കണമെന്ന് ആക്രോശിക്കുന്നത്? ഇതുപോലുള്ള കാര്യങ്ങൾ എന്തിനാണ്? ഇതുമായിട്ട് നീറ്റ് പരീക്ഷയ്ക്ക് എന്താ ബന്ധം? അവരുടെ ഉദ്ദേശം നീറ്റ് പരീക്ഷയല്ല, ഭാരതത്തിലെ ജെൻസിയെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തളിക്കാനും അവരുടെ ഇടയിൽ ഒരു കലാപം സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖല അവർക്ക് ഇത്രയും പ്രാധാന്യമുള്ള മേഖലയായിരുന്നെങ്കിൽ ഇത്ര വർഷമായിട്ട് ഇവരിവിടെ കിടക്കുകയല്ലേ, ഇവരുടെ മണ്ണ് നിന്നപ്പോൾ ഇവിടെ ചോദിക്കാനും പറയാനും ആരുണ്ടല്ലോ. റഹീം കഴിഞ്ഞ തവണ ഇവരോട് വന്ന് എല്ലാം പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് ഇലക്ഷന് മുന്നേ വന്ന് ഇവർക്ക് വാക്ക് കൊടുത്തിട്ട് പോയി. എന്നിട്ട് ഇവരുടെ സമരം പിരിച്ചുവിട്ടു. അതിനുശേഷം ഒരാളും ഒരു MLA യോ ഒരു മന്ത്രിയോ ഇവർ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. എത്ര വർഷമായിട്ട് ഇവരുടെ സമരത്തിൽ നിൽക്കാം. ഈ സമരത്തെ കാണാതെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അവരുടെ അണികളും നിരന്തരമായിട്ട് ഡൽഹിയിലേക്കാണ് ഓടുന്നത്. സ്വന്തം നാട്ടിലെ വിദ്യാർത്ഥികളോടും ഉദ്യോഗാർത്ഥികളോടും കാണിക്കാത്ത എന്ത് കമ്മിറ്റ്മെന്റ് ആണ് അവർക്ക് ഡൽഹിയിൽ പോയി കാണിക്കാൻ സാധിക്കുക? ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും യുവമോർച്ച ഇന്ന് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക്, ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തും. ആ മാർച്ചിൽ നമുക്ക് കാണാം. ഇതിന് ഈ കോക്രോച്ചുകൾക്ക് വിദേശ ഫണ്ടുണ്ട് എന്നുള്ള ഒരു ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നു. തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനെപ്പറ്റിയിട്ട് അന്വേഷണം നടക്കണം, അത് തെളിയിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. അധീന ഭാരതി നമ്മളോട് നിലവിലിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയും അതുകൂടാതെ മുഖ്യമന്ത്രിയുടെ പാർട്ടിയും അതുകൂടാതെ CPM-ഉം ഈ LP-ST റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണ നൽകിയില്ല എങ്കിലും BJP ഒപ്പമുണ്ട് എന്നുള്ളതാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.